ഈ കാണുന്ന നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ജംഗ്ഷനാണ്. ഇതിൻ്റെ അപ്പുറ സൈഡിലാണ് നമുക്ക് നമ്മുടെ മാർക്കറ്റുള്ളത്, വലിയ മാർക്കറ്റ്. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ഈറോഡാണ്. ഈറോഡത്തെ ഒരു മാർക്കറ്റാണ് കാണിക്കുന്നത്, പച്ചക്കറി മാർക്കറ്റ്. ഇതുകൂടാതെ ഇവിടെ വേറൊരു മാർക്കറ്റുണ്ട്. ഇവിടെ ഞാൻ തിരക്കിപ്പോൾ പറഞ്ഞത് അതാണ് മെയിനായിട്ടുള്ള വലിയ മാർക്കറ്റ്. ആ മാർക്കറ്റ് വരുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ടാണ്. നമ്മുടെ ഈറോഡത്തെ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലാണ് ആ മാർക്കറ്റ് വരുന്നത്. ഈ മാർക്കറ്റാണ് ഈറോഡിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു മാർക്കറ്റ്. ഇത് പഴയ മാർക്കറ്റാണ്. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് കാണിക്കുന്നത്. ധാരാളം കടകളുണ്ട്, എന്നാൽ മുമ്പത്തെ പോലുള്ള കടകളില്ല, കച്ചവടങ്ങളൊന്നുമില്ല. അതെല്ലാം പുതിയ മാർക്കറ്റിലാണ്. ഇങ്ങനെയുള്ള കടകളൊക്കെയാണ് ഉള്ളത്, പഴയ പാളയിലുള്ള പാത്രങ്ങൾ. പിന്നെ ഇവിടെ ഒരു കടയുണ്ട്, വെറ്റില വിൽക്കുന്ന കട. നോക്കിക്കേ, കണ്ടോ, വെറ്റില കട. വെറ്റില ഹോൾസെയിലാണ്, കണ്ടോ. രാവിലെ തന്നെ, ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയായിട്ടുള്ളൂ. വെറ്റിലകളെല്ലാം വന്ന് കൊണ്ട് നിറച്ച് വെച്ചേക്കുന്നുണ്ടോ. ഇങ്ങനെ പോയെന്നാൽ ഈ മാർക്കറ്റിൻ്റെ പല പല ഭാഗങ്ങളിൽ സാധാ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ചെറിയ കുറേ അമ്മച്ചിമാരും അങ്ങനെയൊക്കെ ചെയ്യുന്ന കച്ചവടങ്ങളുണ്ട്. കണ്ടോ, അതേ തട്ടിൽ കൂട്ടിയിട്ടേക്കുന്നത്. പൊതുവേ നമുക്കിവിടെ വിലക്കുറവാണ് സാധനത്തിനൊക്കെ. കണ്ടോ, തക്കാളി കൂട്ടിയിട്ടേക്കുന്നുണ്ടോ. ഈ തക്കാളി 1 കിലോ 20 രൂപയാണ് ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നത്. തക്കാളി നല്ല എരിവുള്ള പച്ചമുളക്, ചെറിയ പച്ചമുളക്, ഇതിന് എരിവുള്ള പച്ചമുളകാണത്. ഇങ്ങോട്ട് പോയാൽ നമ്മുടെ അമ്മച്ചിമാരൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ തട്ടുകൾ കണ്ടോ. ഇവിടെ വേറൊരു കൂട്ടം ഞാൻ കാണിച്ചു തരാം. ഈ ചെറിയ ചെറിയ പാത്രത്തിനകത്ത് ഓരോ പോർഷൻ പോലെ തിരിച്ച് വെച്ചേക്കുന്നു. നമ്മുടെ ചുരക്ക, വെണ്ടയ്ക്ക, പച്ചമുളക്, അങ്ങനെ പല പല സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഉണ്ടോ, അതെ, എല്ലാം ചെറിയ പാത്രത്തിലാണ് വെച്ചേക്കുന്നത്. ക്യാപ്സിക്കം, അമരപ്പയർ, ക്യാരറ്റ്, കണ്ടോ. ഇതൊക്കെ ഈ തമിഴ്നാട്ടിലൊരു പ്രത്യേകതയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. രാവിലെ ആയതുകൊണ്ട് കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളേ. നമ്മുടെ കേരളത്തിലെ പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങളുണ്ട്. ഇവിടെ കേരളത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ചേക്കത്തില്ല. നമ്മുടെ അവിടെയൊന്നും. ഇവിടെ ഒരു വേറെ വെറൈറ്റിയാണ് കാണിക്കുന്നത്. ഇത് പഴയ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വലിയ കച്ചവടമൊന്നുമില്ല. അവിടെ ഒരു ബസ് കിടപ്പുണ്ട്. നമുക്ക് ആ ബസ്സിൽ കയറി നമ്മുടെ പുതിയ മാർക്കറ്റിലേക്ക് പോകാം. ആ ബസ് പോയല്ലോ. ഇനി നമുക്ക് ഉടനെ അടുത്ത ബസ് വരുമെന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാം ഈ കടകളൊക്കെ ഉണ്ടല്ലോ, അടച്ചിട്ടേക്കുക. ഇപ്പം ഇങ്ങനെ രാവിലെ ഇപ്പോൾ ഒരു 7:45 സമയമുള്ളൂ. പിന്നെ ഇവിടെ ഉണ്ട്, തേങ്ങ വെച്ചിട്ടുണ്ട്. തേങ്ങ, ഷമാം, പിന്നെ ഈ സൈഡിലുണ്ട് പഴങ്ങളുണ്ട്, വെറ്റില, എല്ലാം ഉണ്ട്. കണ്ടോ. ഇനി ഞാൻ നമ്മുടെ പുതിയ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇതിങ്ങനെ കയറി വന്നാൽ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉണ്ടോ, അതുകൊണ്ട് ഈ സൈഡിലും ഉണ്ട് ബസ്. ഇവിടുന്ന് കോയമ്പത്തൂരൊക്കെ പോകുന്ന ലോങ് ബസ്സുള്ളത്. എനിക്കിവിടുത്തെ തമിഴ് അറിയത്തില്ല, അതുകൊണ്ട് ഈ ബോർഡൊന്നും വായിക്കാൻ പറ്റുന്നില്ല. വലിയ ബസ് സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡിൽ പല ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പല പല സ്ഥലങ്ങളിൽ നിന്നാണ് പോകുന്നത്. ഇപ്പോൾ ചെന്നൈക്ക് പോകുന്നതുകൊണ്ട്, പഴനിക്ക് പോകുന്നതുകൊണ്ട്, വേളാങ്കണ്ണി, കോയമ്പത്തൂർ, അങ്ങനെ പല പല സ്ഥലത്തേക്കും ഇവിടുന്ന് ബസ്സുകൾ പോകുന്നുണ്ട്. എല്ലാ ബസ്സിനും ഓരോ നമ്പറുകളും ഒക്കെയുണ്ട്. പല പല സ്ഥലത്തു നിന്നാണ്, ഈ സ്റ്റാൻഡിൽ നിന്ന് പല പല ഭാഗത്തു നിന്നാണ് ബസ്സുകൾ അങ്ങോട്ടൊക്കെ പോകുന്നത്. സ്റ്റാൻഡിനകത്ത് തന്നെയാണ് ഈ പൂക്കച്ചവടമൊക്കെ ഉണ്ട്. കണ്ടോ, മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സ്ഥലമല്ലേ കാണാനായിട്ട്. നമ്മുടെ പഴനി, വേളാങ്കണ്ണി, കോയമ്പത്തൂർ, അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഇവിടുന്ന് ബസ്സുകൾ പോകുന്നുണ്ട്. ഇവിടെ ഈ റോഡ് വരുമ്പോൾ വേറൊരു കാഴ്ച കാണാൻ പറ്റുമേ. ഇത് കണ്ടോ, നമ്മുടെ ഓട്ടോറിക്ഷ. അത് കുറേ ആൾക്കാർ കയറും ഇതിനകത്ത്. വലിയ വണ്ടി.
ഉണ്ടോ, നല്ലൊരു സ്ഥലമല്ലേ കാണാൻ. ഞാനിവിടെ ഈ റോഡ് വന്നത് ഇതിനെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതൊന്നും അല്ല. കാര്യം ഞാൻ ഇന്നലെ പെട്ടെന്ന് അത്യാവശ്യ കാര്യത്തിന് ഈ റോഡിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ആ റിട്ടേൺ ടിക്കറ്റ് വരുന്നത് 11:15 എറണാകുളത്ത്, ഈ റോഡിൽ നിന്ന് എറണാകുളം വരെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സമയം ഒരുപാടുണ്ട്. ഞാൻ എൻ്റെ ക്യാമറ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇപ്പോൾ സമയം നോക്കട്ടെ, ഇപ്പോൾ ഏകദേശം 8 മണിയായുള്ളൂ. ഇനി സമയം ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മൊബൈലിൽ തന്നെ ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ നമ്മുടെ പുതിയ മാർക്കറ്റ് നിരക്ക് നടക്കുവാണ്. ഇങ്ങനെ നടക്കുന്നപ്പോൾ കണ്ട ഒരു ബോർഡ് കണ്ട്. ഇവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്നാണ് കുറേ സ്ഥലത്തേക്ക് പോകാൻ പറ്റും. റെയിൽവേ സ്റ്റേഷൻ 2 കിലോമീറ്റർ, ചിത്തോട് 8 കിലോമീറ്റർ, പെരുന്തുറൈ 20 കിലോമീറ്റർ ഉണ്ടോ, ഗോപി, ഏറ്റവും അവസാനം കിടക്കുന്നുണ്ടോ കോവൈ എന്ന് വെച്ചാൽ എന്നാൽ കോയമ്പത്തൂർ, അങ്ങോട്ട് പോകാൻ 98 കിലോമീറ്ററാണ് ഉള്ളത്. പിന്നെ കരൂർ 67 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ വന്നാൽ ഇങ്ങനത്തെ ഒരു ജംഗ്ഷനാണ് കേട്ടോ. ഞാനിങ്ങനെ നടന്ന് കുറേ എത്തി കേട്ടോ. ഇവിടെ വന്നപ്പോഴും വേറെ ബോർഡ് വെച്ചേക്കുന്നത് കാണിച്ചു തരാവേ. കോയമ്പത്തൂർ 106 കിലോമീറ്റർ, പിന്നെ സത്യമംഗലം 61 കിലോമീറ്റർ, പിന്നെ ഊട്ടിക്ക് 155 കിലോമീറ്ററാണ്. ഇതൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷൻ്റെ അപ്പർ സൈഡിൽ നിന്നാണ് നമുക്ക് ബസ്, നമ്മുടെ മാർക്കറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അപ്പർ സൈഡിലേക്ക് പോകാം. നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനാണത്. ഇവിടുന്ന് പല ഭാഗങ്ങളിൽ ഇവിടുന്നാണ് ബസ് പോകുന്നത്. നമുക്ക് ആ മാർക്കറ്റിലേക്ക് പോകാം. രാവിലെ ആയതുകൊണ്ടേ നല്ല സുഖമുണ്ട് പോകാൻ. വെയിലൊന്നുമില്ല. വെയിൽ അല്പം കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും. ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. വലിയ കുഴപ്പമില്ല. പിന്നെ ഒരു ചെറിയ മൂടലുണ്ട്, ഒരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട് ഇവിടെ. കേരളത്തിൽ ഭയങ്കര മഴ നടക്കുവാണ്. ഇവിടെ മഴ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുള്ളൂ. ഈ റോഡുള്ള ഈ ഒരു മാർക്കറ്റാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം നേതാജി മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. നമുക്ക് ഇതിനകത്തെ കാഴ്ചകളിലേക്ക് പോകാം. നേതാജി മാർക്കറ്റ് പച്ചക്കറിയുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാത്തിൻ്റെ ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. ഉണ്ടോ, പൈനാപ്പിളൊക്കെ തന്നെ കൂട്ടിയിട്ടൊക്കെ ഉണ്ടത്. നല്ല ഫ്രഷ് സാധനം കിട്ടുന്ന മാർക്കറ്റാണ് നേതാജി മാർക്കറ്റ്, ഈ റോഡ്. കണ്ടേ, മാർക്കറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ മാമ്പഴമാണ്. മാമ്പഴം, നെല്ലിക്ക ഉണ്ടോ, നെല്ലിക്ക, മാമ്പഴം എന്ത് വില ഏട്ടാ? കിലോ 30 രൂപയോ? നമ്മുടെ ഇവിടെ മാമ്പഴം 30 രൂപയുള്ളൂ വെറും. സവോളക്കട, സവോളയുടെ ഹോൾസെയിലാണ്. പല കടകളുണ്ട്. പിന്നെ അങ്ങ് പോയെന്നാൽ കണ്ടോ, മത്തങ്ങ, ഇളവങ്കാട് തന്നെ ഒരു ഗോഡൗണാണ് കണ്ടത്. ധാരാളം ഇളവങ്ക ഉണ്ട് ഇവിടെ. ഇതെല്ലാം ഹോൾസെയിൽ മാർക്കറ്റാണ്. ഇതുണ്ട്, ഇതിനാ വെളുത്തുള്ളി ഉണ്ട്. അത് വെളുത്തുള്ളി, പിന്നെ സവോള, പിന്നെ അവിടെ വണ്ടിയെ വന്ന് കണ്ടത്. ഇത് മുഴുവൻ സവോളയാണ്. വണ്ടിയെ വന്ന് ഇറങ്ങുന്നു, വലിയ ലോറിക്കകത്ത് നിന്ന് ഇറങ്ങുന്ന സവോള. ഈ ഒരു ഭാഗം മുഴുവൻ ഹോൾസെയിൽ മാർക്കറ്റാണ്. ഹോൾസെയിൽ ഇതൊക്കെ സവോള ഹോൾസെയിൽ. പിന്നെ ഇവിടെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. ഇവിടെ തണ്ണിമത്തൻ, ഷമാം, ഇതെല്ലാം ഫ്രൂട്ട്സിൻ്റെ ഹോൾസെയിലാണ് ഇവിടെ എല്ലാം. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. ഉണ്ടോ, ഇവിടെ എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. നോക്കിയാൽ എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ഇവിടെ ഉണ്ട് എല്ലായിടത്തും. ഉണ്ടോ, ഇങ്ങനെ അകത്തേക്ക് കയറി നോക്കിയാലോ. ഇങ്ങനെ കിടക്കുവാണ് ഈ മാർക്കറ്റ്. ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ മാർക്കറ്റ്. ഉണ്ടോ, ഇവിടെ ഒരു അമ്മച്ചി വാഴയില മുറിക്കുന്നു. വാഴയില ഉണ്ടോ, കച്ചവടത്തിനുള്ള വാഴയിലാണ് ഇതെല്ലാം. ഉണ്ടോ, വാഴയില മുറിച്ചെടുക്കുന്നു. ഇതെല്ലാം ഉണ്ട്. ചീര,
ഇവിടെ കണ്ടോ പുതിന കറി ലീഫ് എല്ലാം ഉണ്ട് കണ്ടോ. മല്ലിയിലയുടെ ഹോൾസെയിലാണ് ഉണ്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം ഉണ്ട് നോക്കിയ. അത് ഇവിടെ മാങ്ങ, ഓറഞ്ച്, എല്ലാമേ ഉണ്ട്. ഇവിടെ പച്ചക്കറിയുടെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട്. പച്ചക്കറി ഇവിടെ എല്ലാം സാധനങ്ങളുണ്ട്. കണ്ടത് നമ്മൾ കണ്ടാലും തീരാത്ത ഒരു കാഴ്ചയാണ് ഇവിടുത്തെ ഈ മാർക്കറ്റ്. ഒരുപാട് സാധനങ്ങളുണ്ട് നോക്കിയേ. തക്കാളി കിലോ 20 രൂപ ഉണ്ടോ, തൂക്കിയിട്ടേക്കാം സ്ലൈറ്റിൽ. മാർക്കറ്റിൽ വന്നപ്പോഴാണ് ഇവിടെ വേറൊരു കൂട്ടം ഞാൻ കണ്ടത്. ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ മ്യൂസിയം ഉണ്ട്. പക്ഷേ ഇവിടെ ഓപ്പൺ ആക്കുന്നത് 9 മണി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്കിവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കയറുന്നില്ല. മ്യൂസിയം വരുന്നത് ഇവിടെ ഇതിനകത്ത് ആണ് മ്യൂസിയം ഉള്ളത്. ഇവിടെ ആ കാണുന്ന മാർക്കറ്റ് അവിടെ അതിനോട് ചേർന്ന് തന്നെയാണ് മ്യൂസിയം ഉള്ളത്. മ്യൂസിയത്തിൻ്റെ ഇവിടെ നിന്നൊരു ചെറിയൊരു ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ കാണിച്ചു തരാം. ഇവിടുന്ന് ഉണ്ടോ, ഇല്ലേ, ഉണ്ടോ? അവിടെയാണ് മ്യൂസിയം വരുന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റെല്ലാം കയറിയപ്പോഴേ നമ്മളെന്തായാലും മേടിക്കാതെ പോകുന്നെങ്കിൽ ശരിയാണ്. അപ്പോൾ ഞാൻ മേടിച്ചിട്ട് പ്ലം വാങ്ങിച്ച്. പ്ലമ്മിന് 1 കിലോ വരുന്നത് 140 രൂപയാണ്. പിന്നെ ഇത് മേടിച്ച് നമ്മുടെ പോംഗ്രനേറ്റ്, മാതള നാരങ്ങ, അത് മേടിച്ച്. അതിന് ഒരു 150 രൂപയാണ് 1 കിലോ വരുന്നത്. സംഭവം നല്ല ഫ്രഷ് സാധനമാണ് കേട്ടോ, നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഞാനിങ്ങനെ മാർക്കറ്റിനകത്ത് നടന്ന് പുറത്തേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഒരു കാഴ്ച കണ്ടത്. ചോളം വിൽക്കുന്ന കട കണ്ടോ. ചോളം തൊലി പൊളിക്കാത്ത കൊണ്ട് പൊളിച്ചുകൊണ്ട് ഈ ഒരു ചോളം കണ്ടോ, ഒരു പീസ് 20 രൂപയാണ് കണ്ടോ. അടന്ന ചോളം താണ്ട് വെച്ചേക്കുന്നത് 50 രൂപ ഒരു പാക്കറ്റ്, 50 രൂപ അടന്ന ചോളം. പിന്നെ വന്നിട്ട് ഇവിടെ മറ്റേ തൊലി പൊളിക്കാത്ത ചോളം കണ്ടത്, ഇത് 1 കിലോ 50 രൂപയാണ്. ഞാൻ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. രാവിലെ ഒന്നും കഴിച്ചില്ല, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇവിടുന്ന്. ഇതുണ്ട് ഇവിടെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു കേന്ദ്രമുണ്ട്. നമ്മുടെ നാട്ടിൽ വെളുത്തുള്ളിക്ക് ഇപ്പം നല്ല വിലയുണ്ട്. ഇവിടെ തമിഴ്നാട്ടിൽ ശ്രദ്ധിക്കുന്ന പ്രത്യേക കാര്യമുണ്ട്. ഇവിടുത്തെ വാഹനങ്ങൾ അമിത വേഗത്തിലാണ് പോകുന്നത്. ഞാനീ വൈറ്റ് മാർക്കറ്റിലെ പാട്ടാണ് നിൽക്കുന്നത്, പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണ്. വണ്ടി നിർത്തരുന്നില്ല. ക്രോസിങ് ഭയങ്കര പാടാണ്. തമിഴ്നാട്ടിലേക്ക് വരുന്നവർ ശ്രദ്ധിച്ചോണം. ഇവിടുത്തെ വാഹനങ്ങൾ വളരെ വേഗത്തിലും ഒരു കൺട്രോളും ഇല്ലാതെ ഓടിക്കുന്നത്. ഞാൻ വീണ്ടും ഈറോഡ് ബസ് സ്റ്റാൻഡിൽ വന്നു. ഇനി ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ബസ് നോക്കി അതിന്
അതിന് പോകണം. അപ്പം നമുക്ക് അടുത്ത ബസ് നോക്കി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. അങ്ങനെ ഞാൻ ഈറോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശത്ത് നിന്ന് ഇറങ്ങിയാണ്. കേട്ടോ, അവിടെ ഒരു പഴയ ലോക്കോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഈറോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കാഴ്ച. കാണുന്നതാണ് ഈറോഡ് റെയിൽവേ സ്റ്റേഷൻ. ഈറോഡ് സ്റ്റേഷൻ ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണിത്. ഇതിൻ്റെ മുൻഭാഗം കാണിച്ചു തരാം ഞാൻ. അതെ, ഇവിടെ ഉണ്ട് കാറൊക്കെ പാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? വളരെ വലിയ ഏരിയയിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. ഇതൊക്കെയാണ് ഈ റോഡിൻ്റെ വിശേഷങ്ങൾ, മാർക്കറ്റും റെയിൽവേ സ്റ്റേഷനും. ഇനി ഞാൻ ട്രെയിനിന് അങ്ങോട്ട് പോവുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.